കേരളത്തിലെ കോൺഗ്രസുകാരുടെ നടപടിയെ ശക്തമായി എതിർത്തുകൊണ്ട് ബി.ജെ.പി. നേതൃത്വം രംഗത്ത് വന്നു. പഹൽഗാം വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർ സ്വീകരിച്ച നടപടി പാകിസ്ഥാൻ പോലും ഇന്ത്യക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിച്ചു എന്നുള്ള വെളിപ്പെടുത്തലുകളുമായാണ് ഇപ്പോൾ ബി.ജെ.പി. നേതൃത്വം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലെയും INC-യിലെയും പല അക്കൗണ്ടുകളും ബി.ജെ.പി. സർക്കാരിനെതിരെ വന്ന ആരോപണങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം നടത്തിയത് ബി.ജെ.പിയുടെ അറിവോടുകൂടി ഹിന്ദുമത തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ആയുധമാക്കി ഉപയോഗിച്ചു. ഈ സാഹചര്യമല്ല രാഷ്ട്രീയ വൈരാഗ്യം തീർക്കേണ്ടതെന്ന് ശക്തമായി പറയുന്ന ബി.ജെ.പി. നേതൃത്വം മുൻകാലങ്ങളിൽ ബി.ജെ.പി. പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഉണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നും എന്നാൽ അത് ഏത് സമയത്താണ് എന്നുള്ളത് കോൺഗ്രസ് പരിശോധിക്കണമെന്നും പറയുന്നു. സമയവും കാലവും നോക്കാതെയുള്ള ഇത്തരം പരാമർശങ്ങൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമാണ് എന്നും അത് ശത്രു രാജ്യത്തിന് നമുക്കെതിരെ പ്രയോഗിക്കാവുന്ന ആയുധം മൂർച്ച കൂട്ടി കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമാണെന്നും ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ഇത്തരത്തിലുള്ള കോൺഗ്രസുകാരുടെ സമയവും സന്ദർഭവും നോക്കാതെയുള്ള നടപടിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ശശി തരൂരും നേരത്തെ രംഗത്ത് വന്നിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ വന്ന പരാമർശങ്ങളാണ് പാകിസ്ഥാൻ നേതാക്കൾ സ്വന്തം അക്കൗണ്ടുകളിൽ കൂടി പ്രചരിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തിയത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണെന്ന തരത്തിലുള്ള പ്രചരണം കൊഴുപ്പിക്കുന്നത്. INC കേരള എന്ന എക്സ് അക്കൗണ്ടിൽ വന്ന പരാമർശങ്ങളാണ് ഇന്ത്യൻ പാക് മുൻമന്ത്രിയായ ഫവാദ് ഹുസൈൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും ഇന്ത്യക്കെതിരെ ആയുധമായി അവരുടെ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സിദ്ധരാമയ്യരുടെ പോസ്റ്റും പരാമർശവും നേതാക്കന്മാർ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. മണിപ്പൂരിൽ നടന്ന സംഘർഷങ്ങൾ ഉൾപ്പെടെ ഈ തീവ്രവാദ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ അല്ല എന്ന് സ്ഥാപിക്കാനുള്ള വാദങ്ങളായി പാകിസ്ഥാൻ തന്നെ തുടക്കം മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സ്വന്തം മണ്ണിൽ നിന്നു തന്നെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നതിന് തുല്യമായ പ്രവർത്തികളാണ് കോൺഗ്രസ് ചെയ്തത്. അത് പാകിസ്ഥാനും വലിയ ആയുധമായി മാറി എന്ന് പറയാതെ വയ്യ. കോൺഗ്രസിന്റെ INC എക്സ് അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റ് പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ്. അവിടേക്ക് എങ്ങനെ ആയുധങ്ങളുമായി തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ബി.ജെ.പി. നേതൃത്വത്തിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഇത്തരം പരാമർശം കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നടത്തിയത് ആ നിമിഷം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ബി.ജെ.പി. നേതാക്കൾ തന്നെയാണ് ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന തരത്തിൽ പാകിസ്ഥാൻ ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നുണ്ട്. അത് വിദേശ രാജ്യങ്ങളോടും അവർ അറിയിക്കുന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്രയും ശക്തമായ സംശയം ബി.ജെ.പി. നേതൃത്വത്തിനോടുള്ളപ്പോൾ പിന്നെ പുറമേ നിന്നുള്ള പാകിസ്ഥാനെ സംശയിക്കേണ്ട കാര്യം എന്താണ് എന്ന തരത്തിലാണ് ഈ പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആകെ അഴിച്ചുപണി നടത്തി കോൺഗ്രസിനെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വലിയ വീരവാദം പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര ചർച്ചകൾക്കും അന്യരാജ്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന തരത്തിലേക്കും ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അല്പം പോലും വിവരമില്ലായ്മയാണ് ഇതിനു പിന്നിലൊക്കെ പ്രവർത്തിച്ചതെന്ന് കേരളത്തിലുള്ളവർക്ക് അറിയാം. പക്ഷെ അത് മറ്റ് രാജ്യക്കാർക്ക് അറിയില്ലല്ലോ. എന്തിനാണ് സ്വയം വിവരക്കേട് അതിർത്തി കടന്നു പോലും കോൺഗ്രസ് കൊണ്ടെത്തിക്കുന്നത് എന്ന് ചോദിക്കാതെ വയ്യ. ലോകരാജ്യങ്ങൾക്ക് മുന്നിലൊക്കെ ഇന്ത്യ സ്വന്തം സത്യസന്ധത തെളിയിച്ചുകൊണ്ട് പാകിസ്ഥാൻ തന്നെയാണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള വാദം ശരിവെക്കാനുള്ള എല്ലാ വാദഗതികളും നിരത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസുകാരുടെ തമാശകൾ. ഇത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകാനും വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും കോൺഗ്രസുകാരുടെ പൊട്ടൻകളി കാരണമാകുമെന്ന് ഉറപ്പിക്കാം.